ഞാൻ തിരുവനന്തപുരത്തുകാരിയാണെന്ന് നിങ്ങൾക്കറിയാം. പലപ്പോഴും എൻ്റെ വീഡിയോസ് വൈറലായിട്ടുള്ളതിലെല്ലാം ഞാൻ തിരുവനന്തപുരം ലാംഗ്വേജ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ യു കെയിലേക്ക് വരുന്നത് 2008 ഒക്ടോബറിലാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 16 വർഷമായി. അപ്പോൾ ഇവിടെ വന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാനുള്ളൊരു താല്പര്യവും ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഒരു ഡിവോഴ്സി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ രണ്ടാമത് കല്യാണം കഴിച്ചാണ് ഞാൻ യു കെയിലേക്ക് വരുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ ആദ്യത്തെ മാരേജ് ഡിവോഴ്സ് ചെയ്ത് നാട്ടിൽ വെച്ചായിരുന്നു, അങ്ങനെയാണോ? അതെ, അതെ. ഫസ്റ്റ് മാരേജ് ഞാൻ നാട്ടിൽ വെച്ചായിരുന്നു. പക്ഷെ അത് ഡിവോഴ്സായി. അത് ഡിവോഴ്സായത് വളരെ മ്യൂച്വൽ ആയിട്ടുള്ളൊരു ഡിവോഴ്സ് ആയിരുന്നു. അതിലൊരുപാട് വിഷമങ്ങൾ തോന്നി. അതിൽ നിന്ന് മനസ്സില്ലാ മനസ്സോടുകൂടി വന്നൊരു സെക്കൻഡ് ലൈഫായിരുന്നു. പക്ഷെ ഒരിക്കലും യു കെയിൽ വരണം എന്ന ഒരു മോഹത്തോടു കൂടി ഒന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, അതായത് യു കെയിൽ, നാട്ടിൽ നിന്ന് യു കെയിലോട്ട് ഇത്രയും വർഷം മുമ്പേ വന്നു. അതായത് ചേച്ചി 2008, ഞാൻ 2009, നമ്മളെല്ലാം തിരുവനന്തപുരംകാരാണ്. അപ്പോൾ ഈ ആ കാലഘട്ടത്തിൽ വരുമ്പോൾ സത്യം പറഞ്ഞാൽ അന്നും ആൾക്കാർ വളരെ കുറവാണ്. എന്തൊക്കെ തന്നെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും കുറവുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ചേച്ചിക്ക് ഇവിടുത്തെ ലൈഫൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്തായിരുന്നു യു കെയുടെ ഒരു? യു കെ അന്ന് ഇന്നത്തെ പോലെ മലയാളികൾ ഒരുപാട് കൂടുതലായിട്ട് വന്നിരുന്ന ഒരു സംഭവമായിരുന്നില്ല. ഈവൻ ദോ ഞാൻ ദുബായിൽ നിന്നോ അവിടെ നിന്നൊക്കെ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ബ്രിട്ടീഷുകാർ മാത്രമാണ് ഇങ്ങോട്ട് ഫ്ലൈ ചെയ്യാൻ. വളരെ കുറച്ച് നമ്മുടെ ആൾക്കാരെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിവിടെ വന്ന ടൈമിൽ ഞാൻ വിചാരിച്ചത് ഒരു നല്ലൊരു ലൈഫായിരിക്കാം. സെക്കൻഡ് ലൈഫ് ഒരു വളരെ നല്ലൊരു ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഈ ഒരു കൾച്ചർ എനിക്ക് വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി. കാരണം ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിരുന്നത് നാട്ടിലൊരു ലയോള സ്കൂളിലെ ടീച്ചറായിരുന്നു. 10-12 വർഷം ഞാൻ ലയോള സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൾച്ചർ ഞാൻ ഓൾറെഡി അവിടെ ഫോളോ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇവിടുത്തെ ആ ഒരു സിസ്റ്റം അഡാപ്റ്റ് ചെയ്യാൻ വിഷമം ഉണ്ടായില്ല. ഓക്കെ, അടിപൊളി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ചേച്ചി ടീച്ചറായിരുന്നു നാട്ടിൽ. അപ്പോൾ ഇവിടെ വന്നിട്ടും എന്ത് പ്രൊഫഷനിലോട്ടാണ് ചേച്ചി മാറിയത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് ടീച്ചറായിട്ട് ഞാൻ MA BEd ആണ് ക്വാളിഫിക്കേഷൻ. പക്ഷേങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ടീച്ചിങ് ഇതിലോട്ട് കിട്ടാനായിട്ടൊരു മാർഗമുണ്ടായില്ല. അപ്പം ഞാൻ ഇവിടുത്തെ കൗൺസിലിനെ ഞാൻ അപ്രോച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് എൻ്റെ ക്വാളിഫിക്കേഷൻ ഫുൾ UK നാരിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതിനുശേഷം ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അങ്ങനെ ഞാൻ കൺവേർട്ട് ചെയ്തപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻസ് UK വാലിഡായി. അതിനുശേഷം വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ എന്നുള്ളത് എനിക്ക് സ്കൂളിൽ വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ 6 മാസത്തെ ഒരു ട്രെയിനിങ് കോഴ്സ് ചെയ്യണം. പക്ഷെ അതെനിക്ക് ചെയ്യാനായിട്ട് മനസ്സില്ലാത്തത് കൊണ്ടും എത്രയും പെട്ടെന്ന് ഒരു ജോബ് നേടുക എന്നൊരു വാശി എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഏജൻസിയെ സമീപിച്ചു. അവർ ത്രൂ ഞാനൊരു കമ്പനിയിൽ പെട്ടെന്ന് വർക്കിന് കയറുകയായിരുന്നു വിത്തിൻ 1 മന്ത്. അടിപൊളി. ഓക്കെ, അപ്പോൾ വന്ന ഉടനെ തന്നെ ജോലിക്ക് കയറി. അപ്പോൾ ലാംഗ്വേജ് ബാരിയേഴ്സ് അങ്ങനെ ലാംഗ്വേജ് ബാരിയേഴ്സ് ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം ഞാൻ നാട്ടിൽ മലയാളം ടീച്ചറായിരുന്നു. പക്ഷേ BEd ഉണ്ട് അല്ലെങ്കിൽ MA ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ബ്രിട്ടനിൽ ആ സമയത്ത് വരുമ്പോൾ വേറൊരു ബ്രിട്ടൻ കമ്പനിയിൽ തന്നെ ജോലിക്ക് കയറുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ലാംഗ്വേജ് ബാരിയർ എന്നെ വല്ലാതെ അന്ന് അഫക്റ്റ് ചെയ്തിരുന്നു. കാരണം എവിടെ തുടങ്ങണം, എങ്ങനെയായിരിക്കണം ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം വർക്ക് പ്ലേസിൽ നമ്മൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് കുറച്ച് വിഷമിച്ചു. പക്ഷേ വിത്തിൻ 6 മന്ത്സ് ഞാൻ എല്ലാം തരണം ചെയ്ത് പഠിച്ചെടുത്തു, അഡാപ്റ്റ് ചെയ്തു. അപ്പോൾ ചേച്ചി പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു നല്ലൊരു ലൈഫാണ് ചേച്ചിക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കിട്ടിയത്. കാരണം വന്ന ഉടനെ ജോലിയായി, അപ്പോൾ ഈ പറഞ്ഞ പോലെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റി, നമ്മൾ ആഗ്രഹിച്ച പ്രൊഫഷനിൽ തന്നെ നിൽക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ UK ലൈഫാണോ ഇഷ്ടം, നാട്ടിലെ ലൈഫാണോ ഇഷ്ടം, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ ലൈഫ് എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. കാരണം നമുക്ക് ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ട. പിന്നെ എനിക്കാണെങ്കിൽ വീട്ടിൽ 2 സെർവൻറ്റ്, പിന്നെ ഞാൻ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ കൂടെ. കാരണം പുള്ളിയാണെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്തു തരുമായിരുന്നു. പിന്നെ കാറാണെങ്കിൽ വെഹിക്കിൾ, ഞാൻ ഒരിക്കലും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല. കാരണം അവിടെ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ ബസ് എൻ്റെ ഫ്രണ്ടിൽ വരുമായിരുന്നു, സ്റ്റോപ്പിൽ, വീടിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ വീക്കെൻഡിലാകട്ടെ, ഇപ്പം ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ കാർ യൂസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ സിസ്റ്റം മാറി. കാരണം നമ്മൾ തന്നെ ട്രാവൽ ചെയ്യണം. നമ്മളെപ്പോഴും അണ്ടർഗ്രൗണ്ട്, ഓവർഗ്രൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബസ് ട്രാവൽ ചെയ്യേണ്ട ഒരു സംവിധാനത്തിലേക്ക് മാറേണ്ടി വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ലൈഫ് പഠിച്ചൊന്നും പറയാൻ പറ്റുമോ? അങ്ങനെയാണോ? അപ്പോൾ ലൈഫ് ഒരുപാട് എന്നെ പഠിപ്പിച്ചു, ഞാൻ പഠിച്ചു.